വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിൻ്റെ ജീവചരിത്രം. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവ് 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിൽ കൈനക്കരി എന്ന ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിൽ ജനിച്ചു. 1815 പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചേർത്തലയിൽ പള്ളിപ്പുറം സെന്റ് മേരീസ് പള്ളിയോടനുബന്ധിച്ചുണ്ടായിരുന്ന സെമിനാരിയിൽ പാലയ്ക്കൽ തോമാ മൽപ്പാൻ്റെ കീഴിൽ വൈദികനാകാൻ പഠിച്ചു. 1829 നവംബർ 29 അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. ശിശുപ്രായത്തിൽ ചാവറ പിതാവിൻ്റെ അമ്മ ഈശോ എന്ന നാമം ചൊല്ലിക്കൊടുത്ത് വളർത്തിയതിനാൽ ഈശോയ്ക്ക് വേണ്ടി അർപ്പണമനോഭാവത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിറഞ്ഞിരുന്നു. വൈദികനായ ശേഷം 1831 പാലയ്ക്കൽ തോമാ മൽപ്പാനോടും പോരൂർക്കര തോമാ മൽപ്പാനോടും കൂടി കുര്യാക്കോസ് ഏലിയാസ് പിതാവ് മാന്നാനം കുന്നിൽ ഒരു ആത്മീയ ഭവനത്തിന് അടിസ്ഥാനമിട്ടു. കണിയാന്തറ യാക്കോബ് സഹോദരനും ഇവരോടൊപ്പം ചേർന്നു. എല്ലാറ്റിൽ നിന്നും ഒതുങ്ങിപ്പാർക്കണമെന്നായിരുന്നു അവരുടെയെല്ലാം ആഗ്രഹം. ഈ ഭവനത്തിന് ഉയരത്തിലെ വീട് എന്ന അർത്ഥമുള്ള ബേസ് റൗമ എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. അത് വളർന്നത് അമലോത്ഭവ ദാനസംഘം എന്ന പേരിൽ ഒരു സന്യാസ വൈദിക സമൂഹം മാന്നാനം കുന്നിൽ രൂപപ്പെട്ടു. ഭാരതത്തിലെ ആദ്യ ഏതദ്ദേശീയ സന്യാസ സമൂഹമായ CMI സഭ അങ്ങനെ ആരംഭിച്ചു. 1841 പാലയ്ക്കൽ തോമാ മൽപ്പാൻ മരണമടഞ്ഞു. 1846 പോരൂർക്കര തോമാനും മൽപ്പാനും അടഞ്ഞതോടെ സഭയുടെ ഉത്തരവാദിത്തം മുഴുവനും മരണം വരെയും കുര്യാക്കോസ് ഏലിയാസ് പിതാവിൽ നിക്ഷിപ്തമായി. കേരള കത്തോലിക്ക സഭയെ പിടിച്ചുലച്ച റോക്കോസ് ശിശ്മയിൽ നിന്ന് സഭയെ സംരക്ഷിക്കുന്നതിനായി കുര്യാക്കോസ് ഏലിയാസ് പിതാവിനെ മെത്രാപ്പോലീത്ത വികാരി ജനറാളായി നിയമിച്ചു. 1831 മുതൽ മാന്നാനത്ത് പ്രവർത്തിച്ച കുര്യാക്കോസ് ഏലിയാസ് പിതാവ് വിദ്യാഭ്യാസ പുരോഗതിക്കായി മാന്നാനത്ത് സംസ്കൃത സ്കൂൾ ആരംഭിക്കുകയും മരപ്രസ് സ്ഥാപിക്കുകയും ചെയ്തു. ആരാധനാക്രമം പരിഷ്കരിക്കുകയും പള്ളികളിൽ ഞായറാഴ്ച പ്രസംഗങ്ങളും ജനങ്ങളുടെ ആധ്യാത്മിക അഭിവൃദ്ധിക്കായി ധ്യാനങ്ങളും ക്രമീകരിക്കുകയും ചെയ്ത ചാവറ പിതാവ് ജീവിതത്തിൻ്റെ അവസാന 7 വർഷക്കാലം കൂനമ്മാവിലായിരുന്നു. 1866 ഭാരതത്തിലെ ആദ്യ ഏതദ്ദേശീയ സന്യാസിനി സമൂഹമായ CMCക്ക് രൂപം നൽകി. 1871 കൂനമ്മാവിൽ വച്ച് ഭാഗ്യമരണം പ്രാപിച്ച കുര്യാക്കോസ് ഏലിയാസ് പിതാവിനെ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ സംസ്കരിച്ചു. പിന്നീട് 1889 മെയ് മാസം 24 ചാവറ പിതാവിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ കൂനമ്മാവിൽ നിന്നും CMI സഭയുടെ മാതൃഭവനമായ മാന്നാനം ആശ്രമ ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ജീവിതകാലത്ത് തന്നെ വിശുദ്ധിയുടെ നിറകുടമായിരുന്ന ചാവറ പിതാവ് മരണശേഷം അനേകർക്ക് ആശ്രയകേന്ദ്രമായി. തൻ്റെ മാധ്യസ്ഥം പ്രാപിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ചാവറ പിതാവിൻ്റെ കീർത്തി നാട്ടിലെങ്ങും പരന്നു. വിശുദ്ധ അൽഫോൻസാമ രോഗിയായിരുന്നപ്പോൾ ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുകയും അതിൻ്റെ ഫലമായി ചാവറ പിതാവ് അൽഫോൻസാമയ്ക്ക് രോഗശാന്തി നൽകിയതായും വിശുദ്ധ അൽഫോൻസാമ തന്നെ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാവറ പിതാവിൻ്റെ നാമകരണ നടപടികൾ 1956 ആരംഭിച്ചു. 1986 കോട്ടയത്ത് വെച്ച് ഫെബ്രുവരി 8 പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറ പിതാവിനെ വാഴ്ത്തപ്പെട്ടവനെന്ന പദവിയിലേക്ക് ഉയർത്തി. 2014 നവംബർ 23 റോമിൽ വെച്ച് കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിനെ വിശുദ്ധനെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നാമകരണം ചെയ്തു. മാന്നാനം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിൽ അൾത്താരയുടെ മുന്നിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടങ്ങിയ കബറിടം സ്ഥിതി ചെയ്യുന്നു.